വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതത്തെ തുടർന്ന് നടൻ സന്തോഷ് നായരുടെ മരണം ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനായി നിരവധി പേരാണ് ആശുപത്രിയിലേക്കും വീട്ടിലേക്കും എത്തിയത്. എന്നാൽ അതിൽ ഏറ്റവും സങ്കടകരമായി മാറുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ കണ്ണുനീർ തന്നെയാണ്. ഏക മകളാണ്. ആ കുടുംബത്തിന് ഇനി ഇപ്പോൾ കരുത്തും തണലും എല്ലാം ആ മകൾ തന്നെയാണ്. ആ മകളുടെ കരച്ചിലാണ് ഇപ്പോൾ ആർക്കും സഹിക്കാൻ പറ്റാത്തത്. മകളുടെ പേര് ഡോക്ടർ രാജശ്രീ എന്നാണ്. മകളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. മരുമകന്റെ പേര് അക്ഷിത് മേനോൻ എന്നാണ്. മരുമകനും മകളും ചേർന്ന് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അച്ഛനെ കാണുമ്പോൾ വികാരഭരിതയായി പോകുകയാണ് മകൾ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മരണമാണല്ലോ. അതാണ് എല്ലാവർക്കും വളരെയധികം സങ്കടമായുള്ളത്. ഭാര്യ ശുഭശ്രീ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ്. ശുഭശ്രീക്ക് ഈ അപകടത്തിൽ ഗുരുതര പരിക്കുണ്ടായിരുന്നു. എന്നാൽ ഭർത്താവിന്റെ മരണം കേട്ട ഉടനെ തന്നെ മാനസികമായി തകർന്ന നിലയിലാണ് ശുഭശ്രീ. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ആരുമില്ലാത്ത സമയം അച്ഛനെ കണ്ടാൽ അപ്പോൾ വിങ്ങിപ്പൊട്ടുകയാണ്. എപ്പോഴെങ്കിലും കരഞ്ഞു തീർക്കണമല്ലോ, അല്ലെങ്കിൽ ആ മനസ്സിനത് വേദന കൂറില്ലേ? അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭർത്താവ് അക്ഷിത് മേനോൻ കൂടെ തന്നെ നിൽപ്പുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നത് മകൾ രാജശ്രീ തന്നെയാണ്. അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് എനിക്ക് ചെയ്യണമെന്ന് രാജശ്രീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആംബുലൻസിൽ കയറുന്ന സമയം അമ്മയെ നോക്കിക്കോടെ എന്ന് ഒരാളോട് പറയുന്നുണ്ടായിരുന്നു. ആംബുലൻസിൽ എല്ലാവർക്കും കയറാൻ സാധിക്കില്ല. അമ്മയ്ക്ക് പരിക്കുള്ളത് കൊണ്ട് തന്നെ കാലെടുത്ത് വെച്ച് ആംബുലൻസിന്റെ ഉയരത്തിൽ കയറാൻ സാധിക്കില്ല. ആംബുലൻസിൽ പോയത് ഇവരുടെ ഒരു ബന്ധുവും രാജശ്രീയും ഭർത്താവും കൂടിയാണ്. എന്നാൽ വാതിൽ അടയ്ക്കുന്ന സമയം തന്നെ അമ്മയോടൊപ്പം ഒരു ബന്ധുവിന് നിൽക്കുന്ന കണ്ടപ്പോൾ ബന്ധുവിനോട് തന്നെ പറഞ്ഞിരുന്നു, അമ്മയെ ഒന്ന് ആശ്വസിപ്പിച്ച് കൊണ്ടുവരണേ, കരയാതെ നോക്കണേ, അമ്മയൊന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ടാണ് ആംബുലൻസിന്റെ വാതിൽ രാജശ്രീ അടയ്ക്കുന്നത് പോലും. അത്രയേറെയാണ് എല്ലാവരും ആ ഒരു വാർത്തയെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. ചൊവ്വാഴ്ച രാവിലെ 6:15 അപകടം സംഭവിച്ചത്. സന്തോഷ് കെ നായർ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. സന്തോഷ് ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നതും. നടൻ സഞ്ചരിച്ച ഇനോവ കാർ എതിരെ വന്ന ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. നാട്ടുകാർ വാഹനം വെട്ടിപ്പൊളിച്ചപ്പോൾ സന്തോഷ് കെ നായരും ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെയും പുറത്തെടുത്തു. നാട്ടുകാർ ഇരുവരും അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സന്തോഷ് മരിക്കുകയായിരുന്നു. വില്ലനായും കൊമേഡിയനായും സഹനടനായും നായകനായും 100-ലേറെ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ളൊരു താരം തന്നെയാണ് അദ്ദേഹം. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെ സിനിമാ അരങ്ങേറ്റം കുറിച്ചു. 1982 മുതൽ അഭിനയ രംഗത്ത് സജീവമായി തന്നെ താരം നിൽക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൽ മോഹൻലാലിനൊപ്പമുള്ള വേഷം ശ്രദ്ധിക്കപ്പെടുകയും മോഹിനിയാട്ടമാണ് ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ സിനിമയും. ദിലീപിനോടൊപ്പം, മമ്മൂട്ടിയോടൊപ്പം, മോഹൻലാലിനോടൊപ്പം, സുരേഷ് ഗോപിയോടൊപ്പം തകർത്തഭിനയിക്കാനും അവരോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സൗഹൃദ കഥാപാത്രമായും സന്തോഷ് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.